ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സോയ ചങ്ക്സ് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ അങ്ങനെ വെച്ചിട്ടില്ല. നോർമലി നമ്മൾ റോസ്റ്റ് വെക്കില്ല, അതുപോലെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഞാൻ കുറേ വീഡിയോസിൽ നല്ല ഡ്രൈ ഫ്രൈ, നല്ല ബീഫ് റോസ്റ്റ് പോലൊക്കെ ഇരിക്കുന്ന സോയ ചങ്ക്സ് കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് വലിയ സോയാബീനാണ് ഞാൻ എടുക്കുന്നത്. നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് മസാല മിക്സ് ചെയ്യാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല എന്നിവ ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സോയാബീന് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ മിക്സിയിൽ മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നേരെ പാൻ ചൂടാക്കി കടുക് പൊട്ടിക്കുക. ശേഷം നമ്മുടെ ഈ സോയാബീൻ കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് റെഡിയാക്കി എടുക്കണം. 20-25 മിനിറ്റ് എടുക്കും നന്നായിട്ട് ഫ്രൈ ആയി വരാനായിട്ട്. കണ്ടില്ലേ, നമുക്ക് ആ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് കിട്ടും. നന്നായിട്ട് മൊരിഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സംഭവം കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. മീറ്റ് മസാലയൊക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് ഏകദേശം ആ ഒരു ടേസ്റ്റാണ്. നല്ല രുചിയാണ്. ഉപ്പ് നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ടിടുക. കൂടിപ്പോയാൽ നമുക്ക് മിക്സ് ആയതുകൊണ്ട് ഇച്ചിരി കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനിയും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക.